ആലപ്പുഴ ഹരിപ്പാട് 3ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തുന്നതായി പരാതി. സ്കൂൾ പ്രധാന അധ്യാപികയ്ക്ക് എതിരെയാണ് പരാതിയുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയത്. കുട്ടികളെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നുവെന്നും മർദ്ദിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന് പ്രധാന അധ്യാപിക അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് MSC LP സ്കൂളിലാണ് സംഭവം. 3ാം ക്ലാസ്സിലെ 2 കുട്ടികൾക്ക് നേരെ പ്രധാന അധ്യാപിക ഗ്രേസിക്കുട്ടി ജാതി അധിക്ഷേപം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ രംഗത്തെത്തിയത്. കുട്ടികൾക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തുന്നതിന് പുറമെ നിറത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുകയും കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ട് എന്നും രക്ഷിതാക്കൾ പറയുന്നു. മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുവാനോ അധ്യാപകരോട് സംസാരിക്കുവാനോ പ്രധാന അധ്യാപിക അനുവദിക്കുന്നില്ല എന്നും കുട്ടികളും അമൃത വാർത്തകളോട് പറഞ്ഞു. ഞങ്ങളെ പുലിയരാന്നൊക്കെ വിളിച്ച് ഞങ്ങളെ എപ്പോഴും ഒന്ന് പിച്ചിക്കൊണ്ടിരിക്കും. പുലിയരേന്ന് വിളിച്ച് കരിമ്പേടാന്ന് വിളിച്ച് കറുത്താരി ഇഷ്ടമല്ല, പഠിപ്പിക്കത്തുമില്ല. അതേസമയം ഈ വിഷയത്തിൽ താൻ നിരപരാധിയാണ് എന്നായിരുന്നു പ്രധാന അധ്യാപികയുടെ പ്രതികരണം. കുട്ടികളോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും മറ്റൊരു അധ്യാപകൻ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നും പ്രധാന അധ്യാപിക പ്രതികരിച്ചു. എനിക്ക് 25 വർഷത്തെ സർവീസ് ഉള്ള വ്യക്തിയാണ്. കറുത്തതാണെന്ന് ഒരിക്കലും ഞാൻ കറുത്തതാണ്. എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കളും കറുത്തതാണ്. 8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഒരിക്കലും പറയത്തില്ല കറുത്തതാണ് ജാതി. അത് ജിനു ജോൺസൺ എന്ന വ്യക്തി ആ കുഞ്ഞുങ്ങളെ മറ്റു അധ്യാപകരുമായിട്ട് മിണ്ടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ ആ ജിനു ജോൺസൺ മാത്രമേ ഉള്ളായിരുന്നു ഈ പ്രത്യേകത. ജിനു ജോൺസൺ പുറത്തു പോയി. ഞങ്ങള് അതിന്റെ വൈരാഗ്യത്തിന്റെ വില എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക, എന്നെ VRS എടുപ്പിക്കുക. സ്കൂളിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. പരാതിയുമായി സ്കൂളിലെത്തിയപ്പോൾ ഇനി ആവർത്തിക്കില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ്. പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും തങ്ങൾക്കനുകൂലമായ സമീപനമല്ല പോലീസ് സ്വീകരിച്ചത് എന്നും ഇവർ ആരോപിക്കുന്നു. വിഷയത്തിൽ കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ കർശന നടപടിയാണ് ഉണ്ടാവേണ്ടത്. പുതുതലമുറയ്ക്ക് പുതിയ ദിശാബോധവും അറിവും പകർന്നു നൽകേണ്ടുന്ന സ്കൂൾ അങ്കണത്തിനുള്ളിലാണ് നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കുന്ന ഈ ജാതിബോധത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നതാണ് സാക്ഷര കേരളത്തെ ലജ്ജിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.